ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അധികം പച്ചക്കറികളൊന്നും ഇല്ലാത്തപ്പം നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഈ ടൊമാറ്റോ ബിരിയാണി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കൊരു 3-4 തക്കാളിയും ഒരു കുറച്ച് സവാളയൊക്കെ ഉണ്ടെങ്കിൽ ബിരിയാണിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഇപ്പോൾ വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരാൻ നേരത്ത് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ടൊമാറ്റോ റൈസ് എന്നും പറയാം, അല്ലെങ്കിൽ ടൊമാറ്റോ ബിരിയാണി എന്നും പറയാം. കുറച്ച് തൈര് സലാഡും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഈ ടൊമാറ്റോ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി എടുക്കാം. ഞാനിപ്പം സോനാ മസൂരി അരി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ബാസ്മതി റൈസ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കപ്പിന് 3 കപ്പ് സോനാ മസൂരി അരി എടുത്തിട്ടുണ്ട്. ഈ അരി നന്നായിട്ട് കഴുകി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കുതിർക്കൊന്നും വേണ്ട. ഇത് നമ്മളിപ്പോൾ ബാസ്മതി അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കണം. ഇനി ഇതിന് നമുക്കൊരു ചെറിയ മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 സ്പൂണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഒരു 5-6 അല്ലി ചെറുള്ളി എടുത്താലും മതി. ഇതിലേക്കൊരു 10-15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കുറച്ച് പുതിനയുടെ ഇലയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഈ മസാല നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ റൈസ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ബിരിയാണിയുടെ ടേസ്റ്റുമാണ്. അതുപോലെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റും. പിന്നെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നല്ല അടിപൊളിയാണ്. ഇത് കണ്ടോ, ഞാനിപ്പം മസാല ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ റൈസ് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു കുക്കർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ആദ്യമേ ഗ്രാമ്പു ഒരു 3-4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3-4 ഏലക്ക, പിന്നെ ഫ്ലവർ, മറാഠി മുഗ്ഗു, അങ്ങനെ എന്തൊക്കെ ഹോൾ മസാല പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്ത് ഹോൾ മസാല നിങ്ങളുടെ കയ്യിലുണ്ടോ അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/4 സ്പൂണോളം പെരിഞ്ജീരകം, ഒരു 1/4 സ്പൂണോളം നല്ല ജീരകം, ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള, ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ സവാള ഇതുപോലെ കട്ട് ചെയ്തതും 2 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയുടെ ഇലയും അതോടൊപ്പം തന്നെ കുറച്ച് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും പുതിനയും നമ്മൾ അരയ്ക്കാൻ നേരത്ത് കുറേശ്ശെ ചേർത്തു. പിന്നെ ഇതിൽ കട്ട് ചെയ്തത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഇലകളെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് നമ്മളൊന്ന് വഴറ്റി ആ പച്ച സ്മെല്ലെല്ലാം മാറി ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം. അത്രയും നേരം നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി 1 സ്പൂണ് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് ബിരിയാണിയുടെ മസാലയാണ്. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്താലും മതി. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ആ മസാലയ്ക്കകത്ത് വഴറ്റി ആ പൊടികളുടെ പച്ച സ്മെല്ലെല്ലാം മാറിക്കിട്ടണം. പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഞാൻ മീഡിയം സൈസിൽ 4 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെള്ളം ഒട്ടും തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി മൂടി ഒരു കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേനും ആ തക്കാളിയൊക്കെ വെന്ത് ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ കുറച്ച് നേരം കൂടെ ആ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 3 കപ്പ് സോനാ മസൂരി അരിയായിരുന്നു എടുത്തിരുന്നത്. അതിന് അളന്ന് 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം.
ഇനി നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് നെയ്യ് ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. കഴുകി ഓട്ടപാത്രത്തിൽ വെച്ച് വെള്ളമെല്ലാം വാർന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം പാകത്തിനളന്നാണ് ചേർത്ത് കൊടുത്തത്. അരിക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ വേവ് കറക്റ്റായിട്ട് കിട്ടത്തില്ല, വെന്ത് ചോറ് കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അരി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിന് കുറച്ച് ഉപ്പിങ്ങനെ മുന്നോട്ട് നിൽക്കണം, എന്നാൽ ആ അരി വെന്ത് കഴിയുമ്പോൾ നല്ല പാകത്തിന് ഉപ്പാകുക. ഇനി ഇത് അടച്ച് നമുക്ക് 2 വിസിൽ ആക്കണം. 2 വിസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള റൈസ് ഇവിടെ റെഡിയാകും. വിസിലായി കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റൈസ് തുറന്ന് നോക്കാം. നല്ല ഫ്ലേവറായിട്ടൊക്കെ വരുന്ന നല്ല ബിരിയാണി, നമ്മൾ നല്ല സൂപ്പറായിട്ട് ബിരിയാണിയുടെ സ്മെല്ല് വരികയില്ല, അതുപോലെ നല്ല സ്മെല്ലാണ്. അപ്പം കുക്കർ തുറന്നിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഇതുപോലെ ഒത്തിരി ഹാർഡായിട്ട് മിക്സ് ചെയ്ത് ചോറ് കുഴഞ്ഞു പോകാത്ത രീതിയിൽ സൈഡിൽ നിന്ന് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുകൂടി ഈ ടൊമാറ്റോ ബിരിയാണി സെർവ് ചെയ്യാവുന്നതാണ്. ഒരു നാരങ്ങ അച്ചാറോ ഇച്ചിരി തൈര് സലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ പറയണ്ട, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.